സോ 2-3 ദിവസമായിട്ടൊരു ലൂസിങ് സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു, ഒരു കേഴ്സ് പോലെ. സോ അത് നമ്മളിന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നോർമലി ലണ്ടനിൽ എനിക്ക് നല്ല ട്രേഡ്സ് കിട്ടാറില്ല, കുറച്ച് നാളായി ഞാനത് പഠിച്ചിരിക്കുന്നുള്ളൂ. സോ ഇന്ന് നല്ലൊരു ട്രേഡ് കിട്ടി, നല്ല രീതിയിൽ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്തു. സോ ആദ്യം ലണ്ടൻ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ലണ്ടൻ ഒരു 100 രൂപ താഴോട്ട് പോയി, പിന്നെ ഒരു 90 രൂപ മേളിലേക്ക് പോയി. അത് ഞാൻ പിന്നീട് ഇറങ്ങിയ ഇറക്കത്തിലാണ് നമുക്ക് ഗോൾഡിലെ എൻട്രീസ് കിട്ടിയത്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് വൺ. 1:4 RR അടുത്ത് 1:3.8 എടുത്തു. ആൻഡ് ഒരു 138 പിപ്സ് സംതിങ് നമുക്ക് അതിനകത്ത് ബുക്ക് ചെയ്യാനും കൂടെ പറ്റി. സോ ഇറ്റ് വാസ് എ ഗുഡ് ട്രേഡ്. സോ അങ്ങനെ ലൂസിങ് സ്ട്രീക്ക് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി വിന്നിങ് സ്ട്രീക്കിലേക്ക് വരണം. ലണ്ടൻ ഇനി ട്രേഡില്ല, വി ബുക്ക് ദ ടാർഗറ്റ്സ്. ആൻഡ് ഇന്നലെ നമുക്കൊരു 5K അക്കൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. 5K അക്കൗണ്ട് നമ്മുടെ ഫണ്ടിങ് ഫേം നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. അക്കൗണ്ട് മൈഗ്രേഷൻ്റെ പാർട്ടായിട്ട് ഗിഫ്റ്റ് ചെയ്ത് തന്നാണ് അവർ പറയുന്നത്. സോ അങ്ങനെ ഫ്രീ അക്കൗണ്ട് കിട്ടിയതുകൊണ്ട് ഇച്ചിരി ഹയർ റിസ്കിൽ 0.5% റിസ്കിൽ എൻട്രി എടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഇന്ന് ആ അക്കൗണ്ടിനകത്താണ് ട്രേഡ് എടുത്തത്. സോ വി ആർ അപ്പ് ബൈ 1.45% ഓൺ ദാറ്റ് അക്കൗണ്ട്. ആൻഡ് അതിനകത്ത് 5K അക്കൗണ്ട് ആയതുകൊണ്ട് പ്രോഫിറ്റ് ടാർഗറ്റ് ഒരു $600 ആണോ $300 ആണ് പ്രോഫിറ്റ് ടാർഗറ്റ്, 6%. സോ ആ അക്കൗണ്ടിൻ്റെ സോ വി ആർ അപ്പ് ബൈ 1.45% ഓൺ ദാറ്റ് അക്കൗണ്ട്. സോ ഇനി ഈ ആഴ്ച ഞാൻ ആ അക്കൗണ്ടിനകത്തായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് MT5ൻ്റെ പാസ്വേഡും ബാക്കി കാര്യങ്ങളൊക്കെ തന്നു, മൈഗ്രേഷൻ കംപ്ലീറ്റ് ആയി. പക്ഷേ MT5 കുറച്ചുകൂടി പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഒരു അടുത്ത തിങ്കളാഴ്ച തൊട്ട് ഇനി ആ അക്കൗണ്ടിനകത്ത് ട്രേഡ് എടുക്കുന്നുള്ളൂ. സോ അതുവരെ ഈ അക്കൗണ്ടിനകത്ത് കണ്ടിന്യൂ ചെയ്ത് മാക്സിമം എത്ര നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. 0.5% റിസ്കിലാണ് ഞാനിപ്പോൾ കറൻ്റ്ലി ആ അക്കൗണ്ട് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. സോ ഫസ്റ്റ് വിൻ ആ അക്കൗണ്ടിനകത്ത് കിട്ടിക്കഴിഞ്ഞു. സോ ഇനി കണ്ടിന്യൂ ചെയ്യണം. സോ ആ ട്രേഡ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം, ലണ്ടനിൽ എടുത്ത ട്രേഡ് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. കമോൺ. സോ ഇതാണ് നമുക്ക് കിട്ടിയ ട്രേഡ്. സോ ഈ ട്രേഡ് ഞാൻ MT5-നകത്ത് എടുത്തു നോക്കിയതാണ്. സോ അത് ഞാൻ മേളിൽ നിന്ന് തന്നെ ക്യാപ്ചർ ചെയ്തു. അത് റിവേഴ്സ് ചെയ്യാമെന്ന് എനിക്കൊരു ഐഡിയ തോന്നിയപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വരച്ചിട്ടു. സോ അത് 1:8 RR അതിനകത്തുണ്ട്. ബട്ട് ദാറ്റ്സ് ഓക്കെ. അത് കൺസിഡർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇതായിരുന്നു നമ്മുടെ മെയിനായിട്ട് എടുത്ത ട്രേഡ്. നമ്മുടെ പ്രോഫോമിനകത്ത് എടുത്ത ട്രേഡ് ഇതാണ്. 1:3.7 RR ബുക്ക് ചെയ്തു. സോ ആദ്യം ലണ്ടൻ ഓപ്പൺ ആയത് ഇവിടെയാണ്. ലണ്ടൻ ഓപ്പൺ ആയിട്ട് നേരെ അത് ഡ്രോപ്പ് ചെയ്ത് 100 രൂപ. പിന്നെ ഇവിടെ ഒരു ഈക്വൽ ലോ ഇട്ടു. ആൻഡ് ഇവിടെ ഒരു 1 ഹവറിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അത് നേരെ റിവേഴ്സ് ചെയ്ത് മേളിൽ ചെന്നപ്പോഴും സിൽവർ ആ ഒരു SMT ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ് മീ ഷോ യു ദാറ്റ്. സിൽവർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഡേ ഹൈ എടുത്തിട്ടില്ല. സോ ഒരു SMT അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ താഴോട്ട് ഇറങ്ങി നിൽക്കുമായിരുന്നു. സോ സിൽവറിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ ഗോൾഡിൽ എൻട്രീസ് പ്ലാൻ ചെയ്യാറ്. ആൻഡ് ഓൾസോ SMT അങ്ങനത്തെ ബാക്കി കൺഫർമേഷൻസ് കൂടെ എടുത്തിട്ടാണ്. സോ അങ്ങനെ കൺഫർമേഷൻ ഉണ്ടെന്ന് തോന്നിയപ്പോഴത്തേനും അതിനകത്തോട്ട് കയറി. ഇവിടെ ആദ്യം ഇച്ചിരി ഒന്ന് കളിച്ചു. ഇവിടുന്ന് ഞാൻ ഇറങ്ങിയാലോ എന്ന് വരെ ആലോചിച്ചു ഈ ഒരു പോയിന്റിൽ. പിന്നെ സിൽവറിൻ്റെ മൂവ്മെൻറ്റ് കണ്ടപ്പോഴത്തേനും ഓക്കെ, നമ്മൾ എൻട്രി ചെയ്ത ട്രേഡാണല്ലോ, സോ വിൽ ഹോൾഡ് എന്ന് പറഞ്ഞ് അത് ഹോൾഡ് ചെയ്യുമായിരുന്നു. ഇവിടെ ഇച്ചിരി ഒന്ന് ടെൻഷൻ അടുപ്പിച്ചെങ്കിൽ പോലും പ്രൈസ് പിന്നീട് ഡെലിവർ ചെയ്തു. 4 to 4:30 ഒരു മാക്രോ ഉണ്ട്. ആ മാക്രോയുടെ സമയത്ത് ആക്ച്വലി ലണ്ടൻ ഡെലിവറി ചെയ്യുമായിരുന്നു താഴോട്ട്. ഇവിടെ വരെ വന്ന് 4:30 വരെയുള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഡ്രോപ്പ് ചെയ്തെങ്കിൽ പോലും. സോ 5 o'clock ആയപ്പോഴത്തേനും അത് താഴത്തെ ലണ്ടൻ ഈ ന്യൂയോർക്കിൻ്റെ AM സെഷൻ്റെ ലോ എടുത്തു. സോ ഞാൻ ഇവിടുന്ന് തന്നെ ക്ലോസ് ചെയ്തു, കാരണം 4.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷനോട് അലൈൻ ആവുന്നുണ്ടായിരുന്നു. ഏഷ്യൻ ലോയുടെ ബോഡിയിലാണ് ഞാൻ വെച്ചിരുന്നത് ടാർഗറ്റായിട്ട്. ആൻഡ് ദാറ്റ് ഹിറ്റ്. എന്നിട്ട് ഇവിടുന്ന് ഇപ്പോൾ തിരിച്ച് പുഷ് ചെയ്യുന്നുണ്ട്. എനിവേ ദാറ്റ് വാസ് എ ട്രേഡ്. ആൻഡ് ഇവിടെ ഞാൻ പാർഷ്യൽസ് ഇറക്കി. 2.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്തിയപ്പോഴത്തേന് ഞാൻ പാർഷ്യൽസ് ഇറക്കി. അവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് 1 ഹവറിൻ്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ വി വെയർ ഓൺ 0.07 ലോട്ട് സൈസ്. സോ അതിനകത്തുനിന്ന് 0.02 റിലീസ് ചെയ്തു. 0.05 താഴോട്ട് ഡ്രോപ്പ് ചെയ്തു. ആൻഡ് ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ഈവനും കൂടെ ആക്കി. സോ വി വെർ ഓഫ് റിസ്ക്. എനിവേ ആ ട്രേഡ് പാൻ ഔട്ട് ആയത് ഇങ്ങനെയാണ്. സോ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ വൺ. പേഷ്യൻസ് ഓൾവേസ് റിവാർഡ്സ്. സോ എത്രത്തോളം നമ്മൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കുന്നു അത്രത്തോളം നല്ല സെറ്റപ്സ് നമ്മൾ കാണാൻ പറ്റും. ഇന്ന് അങ്ങനെ ഇരുന്നില്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഗോൺ അഗ്രസീവ്. ഞാൻ ആദ്യം കയറാൻ ഉദ്ദേശിച്ച
പോയിൻ്റൊന്നും ഇതൊന്നും ആയിരുന്നില്ല. ഞാൻ ആദ്യം ഒരു ട്രേഡ് എടുത്തു, പക്ഷേ അന്നത്തേനും അത് തിരിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് ഞാൻ അതൊന്ന് ഇറങ്ങി. സോ വി വർ നോട്ട് ഇൻ എ ലോസ്. ആദ്യത്തെ ട്രേഡ് നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് തന്നെ ക്ലോസ് ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ട്രേഡായിരുന്നത്. സോ ബ്രേക്ക് ഇവൻ ആയിരുന്നതുകൊണ്ട് വി ഹാവ് 1 more ലൈഫ് ലെഫ്റ്റ്, അല്ലെങ്കിൽ 2 more ലൈഫ് ലെഫ്റ്റ്. സോ അങ്ങനെയാണ് രണ്ടാമത്തെ ട്രേഡ് കയറുന്നത്. ഗോൾഡിൻ്റെ കാര്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇനിയും ചിലപ്പം ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം. ചിലപ്പോൾ ഇനി റീട്രേസ്മെൻറ്റ് എടുക്കാം. കാരണം ഇപ്പം 4 hour കണ്ടിന്യൂസ് ബുള്ളിഷ് ക്യാൻഡിൽസ് ആയിരുന്നു. ഇനി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സെറ്റിൽ ചെയ്ത് താഴത്തെ സ്റ്റോപ്സൊക്കെ കുറച്ച് എടുത്തിട്ട് പിന്നീട് മുകളിലേക്ക് കയറിയാൽ മതി എന്നാണെങ്കിൽ മേ ബി ഇറ്റ് വുഡ് ഡെലിവർ. സോ അങ്ങനെയൊക്കെ ആയിരിക്കും. സോ പ്രൈസ് ആക്ഷൻ, അന്നേരത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് അന്നേരത്തെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റൊക്കെ വാച്ച് ചെയ്തിട്ട് കയറത്തുള്ളൂ. സോ യെസ്, സോ വിൻ ഓർ ലൂസ്, ഒരു ട്രേഡ് കഴിഞ്ഞാൽ ചാർട്ട് അടച്ച് വെച്ചോണം എന്നാണ് എൻ്റെ റൂള്. സോ ഇനി ട്രേഡ്സ് എടുക്കാതിരിക്കാനും എനിക്കങ്ങനെ തോന്നൽ വരാതിരിക്കാൻ വേണ്ടിയും ചാർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറും. കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. സോ ആ വീഡിയോസിൻ്റെ പരിപാടിയിലേക്ക് ഞാൻ കിടക്കുക. ഞാൻ കുറച്ച് പുറത്തൊക്കെ പോയി ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആയിട്ട് വേണം ന്യൂയോർക്ക് സെഷനിലേക്ക് കടന്നു വരാൻ. സോ ഇന്നും ന്യൂസ് ഉണ്ട്. സോ ആ ന്യൂസ് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ ടൈം 8:30 കഴിഞ്ഞിട്ട് പ്രൈസ് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ 8:30 വരെ വെയിറ്റ് ചെയ്യും. 8:30ക്ക് പ്രൈസ് എങ്ങോട്ട് ഡെലിവറി ചെയ്യുന്നു നോക്കണം. ഇന്നലത്തെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ പോയി ഒരു 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ 8:30 ഓപ്പൺ ആയി മേളിലേക്ക് പുഷ് ചെയ്തതിന് ശേഷം അത് പിന്നെ താഴോട്ട് ഡ്രോപ്പ് ചെയ്തു. സോ ഇന്ന് ആ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യണം ആൻഡ് പേഷ്യൻ്റായിട്ട് എൻട്രി എടുക്കണം. സോ ന്യൂയോർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അങ്ങ് പോയില്ല. എനിക്കൊന്ന് FOMC ഇന്ന് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ന്യൂയോർക്ക് സെഷൻ AM സെഷൻ അധികം അനങ്ങിയില്ല. ഒരു എൻട്രി എടുത്തു, ലേറ്റ് എൻട്രി ആയിരുന്നു, കയറണ്ടായിരുന്നു. അതിന്ന് ഇന്ന് ഈ സെഷൻ വിട്ട് നിൽക്കായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കിപ്പോൾ ഉണ്ട്. പക്ഷേ കയറിപ്പോയി. നമ്മളെ ഇറക്കിയതിന് ശേഷം പ്രൈസ് വീണ്ടും റൺ ചെയ്ത് തുടങ്ങി. മേളിലേക്ക് റൺ ചെയ്തു. പക്ഷേ ഇനി താഴോട്ട് പോകുമെന്നറിയില്ല. അതിപ്പം ഒന്ന് മേളിലേക്ക് കയറിയിട്ട് കുറച്ചൊന്ന് ഡിപ്പ് ചെയ്ത് നിൽക്കുവാണ്. ഐ ജസ്റ്റ് ഷോ യു ദാറ്റ്. സോ ഇതുണ്ടോ, നമ്മുടെ SL അടിച്ചതിന് ശേഷം പ്രൈസ് മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ ദിവസം നടന്ന പോലെ തന്നെ ജസ്റ്റ് ഒരു കുറച്ച് ടിക്സ് എടുക്കാൻ വേണ്ടി മാത്രം ഇതാവട്ടെ വന്ന പോലെ നമുക്കിട്ട് അടിച്ചു. അത് കഴിഞ്ഞിട്ട് അത് തിരിഞ്ഞു. ഞാനൊരു റീട്രേസ്മെൻ്റ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത്. ഞാനൊരു ബുള്ളിഷ് റണ്ണാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഒരു 3 minute ഇൻവേർഷൻ കണ്ടപ്പോൾ അതിനകത്ത് കയറി. പക്ഷേ ട്രേഡ് വർക്കൗട്ട് ആയില്ല. സോ രാവിലെ ഉണ്ടാക്കിയതിൽ കുറച്ച് തിരിച്ച് തന്നെ മാർക്കറ്റിൽ കൊടുക്കേണ്ടി വന്നു. പക്ഷേ പോസിറ്റീവായിട്ടാണ് നമ്മൾ ഈ ദിവസം ക്ലോസ് ചെയ്യുന്നത്. ആൻഡ് ഡയറക്ഷനും കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. നാളെ ഇനി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ യാ, ഇനി ട്രേഡ്സ് ഒന്നുമില്ല. ഇതായിരിക്കും ലാസ്റ്റ് വൺ. So okay, bye.